അപ്പോൾ നമ്മളൊരു ടോൺസിലെക്ടമി സർജറി പറയുമ്പോൾ സാധാരണ കൺവെൻഷണൽ ടോൺസിലെക്ടമി, പണ്ട് സാധാരണ രീതിയിൽ ചെയ്യുന്ന ടോൺസിലെക്ടമി ഒരു ഓപ്ഷനാണ്. ഇപ്പോഴും അത് വളരെ ഒരു പോപ്പുലർ മെത്തേഡാണ്. എന്നാൽ നമുക്ക് ബ്ലഡ് ലോസ് കുറയ്ക്കാനുള്ള ഓപ്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം വരുന്നു. അപ്പോൾ അതിനൊരു പക്ഷേ ഒരു സൊല്യൂഷനാണ് ഈ കോബ്ലേഷൻ വാൻസ്. ഈ ടെക്നോളജി, കോബ്ലേഷൻ ടെക്നോളജിയുടെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കമ്പാരിറ്റീവ്ലി ബ്ലഡ് ലോസ്, അതായത് ബ്ലീഡിങ് കുറച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ടെക്നോളജി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ നോർമൽ സലൈൻ, അതായത് സലൈൻ സോൾട്ട് വാട്ടർ, അതായത് നമ്മൾ നോർമൽ സലൈൻ എന്ന് പറയുന്ന ഫ്ലൂയിഡ് ഈ ഒരു ഡിവൈസിലോട്ട് കണക്ട് ചെയ്യുകയും ഇതിന് ബേസിക്കലി ഒരു സക്ഷൻ കണക്ടറുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സക്ഷൻ അപ്പാരറ്റസ് ഇതിൽ കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ടൈമിൽ, അപ്പോൾ ഇത് ബേസിക്കലി ഫുഡ് പെഡൽ കൺട്രോൾഡാണ്. അപ്പോൾ ഇതിനകത്ത് 2 ടൈപ്പ് കളേഴ്സ് കാണുന്നുണ്ട്. ഒന്ന് അബ്ലേറ്റ് മോഡ്, ഒന്ന് കോയാഗുലേഷൻ മോഡ്. അബ്ലേറ്റ് മോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ടിഷ്യൂ ഡിസെക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്ന മോഡാണ് അബ്ലേറ്റ് മോഡ്. കോയാഗുലേഷൻ മോഡ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ബ്ലീഡിങ് ഉണ്ടാകുമ്പം ആ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാനുള്ളതാണ് കോയാഗുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏത് മോഡിൽ വേണോ ആ മോഡിൽ നമുക്ക് നമ്മുടെ ഫുഡ് പെഡൽ പ്രസ് ചെയ്ത് ഈ വാൻഡ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രസ് ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ടൈമിൽ ഇതിൻ്റെ ടിപ്പിൽ കൂടെ നമ്മൾ കണക്ട് ചെയ്തേക്കുന്ന സലൈൻ ഫ്ലോ ചെയ്യുകയും എന്നിട്ട് ഇത് പ്ലാസ്മയായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഈ പ്ലാസ്മയാണ് ഈ പറഞ്ഞ പോലെ ഈ ടിഷ്യൂസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസെക്റ്റ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ബേസിക് ടെക്നോളജി.